والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا والله سبحانه وتعالى يريد അവൻ ഉദ്ദേശിക്കുന്നു أن يتوب عليكم നിങ്ങളിലേക്ക് കരുണയോടുകൂടി തിരിയാൻ ഉദ്ദേശിക്കുന്നു ويريد الذين يتبعون الشهوات വികാരേച്ഛകളെ പിൻപറ്റുന്നവർ ആഗ്രഹിക്കുന്നു അൻ തമീലു മൈലൻ അളീമാ നിങ്ങൾ വല്ലാതെ ചായണമെന്ന് അവർ ആഗ്രഹിക്കുന്നു യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും അല്ലാഹു നിങ്ങളോട് കാര്യങ്ങൾ ലഘുവായി കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വഖുലിഖൽ ഇൻസാനു ദഈഫാ മനുഷ്യൻ വളരെ ബലഹീനനായിട്ടാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളുടെ തത്വങ്ങളാണ് വളരെ ഉജ്ജ്വലമായ നിലയിൽ ഈ ആയത്തുകളിൽ വിവരിക്കുന്നത്. അതിന് 3 തത്വങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന്, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരണം. നിങ്ങൾ സ്ഫുടമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങണം. 2, മുൻഗാമികൾ വിജയിച്ച മാർഗങ്ങളിലൂടെ നിങ്ങളും സഞ്ചരിച്ച് ഇരുലോക വിജയം കരസ്ഥമാക്കണം. 3, നിങ്ങളിൽ നിന്നും വീഴ്ചകൾ വല്ലതും ഉണ്ടായാൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പാത്രീഭൂതരാകണം. ഈ ആയത്തിൽ അല്ലാഹു തആല പടച്ചവന്റെ കൽപ്പനകളുടെ മറ്റ് ചില തത്വങ്ങൾ പറയുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും അല്ലാഹു നിങ്ങളുടെ മേൽ കരുണയോടുകൂടി മടങ്ങാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആയത്തിലും അല്ലാഹു അൻ യതൂബ അലൈക്കും തൗബ എന്ന വാക്ക് പറഞ്ഞു. ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നു, പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടി ബലപ്പെടുത്താനാണ്. പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കാത്ത എനിക്ക് മാപ്പുണ്ടോ, നിരോധനങ്ങൾ ചെയ്ത എനിക്ക് മാപ്പുണ്ടോ? അള്ളാഹു പറയുന്നു, ഉറപ്പായിട്ട് മാപ്പുണ്ട്, തൗബ ചെയ്യുന്നു. വേറൊരു കൂട്ടം മഹാന്മാര് പറയുന്നു, രണ്ടിന്റെയും ആശയം രണ്ടാണ്. ഒന്നാമത്തെ, കഴിഞ്ഞ ആയത്തിൽ തൗബ കൊണ്ടുള്ള ഉദ്ദേശം നാം ഓരോരുത്തരും പശ്ചാത്തപിക്കലാണ്. ഇവിടത്തെ തൗബ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. താബ യതൂബു, മടങ്ങുക. ദാസൻ പശ്ചാത്താപത്തോടെ പടച്ചവനിലേക്ക് മടങ്ങുന്നതിന് ദാസനുമായി ബന്ധപ്പെട്ട തൗബ എന്ന് പറയും. പടച്ചവൻ അടിമയിലേക്ക് കരുണയോടുകൂടി മടങ്ങി വരുമ്പോൾ അതിന് പടച്ചവനുമായി ബന്ധപ്പെട്ട തൗബ എന്ന് പറയും. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും അല്ലാഹു നിങ്ങളെ കരുണ കൊണ്ട് പൊതിയാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ദാസ, ദാസി, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് പടച്ചവന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. നിങ്ങളുടെ നമസ്കാരം കാണുമ്പോൾ, നിങ്ങളുടെ ഖുർആൻ പാരായണം ശ്രവിക്കുമ്പോൾ, നിങ്ങളുടെ സൽസ്വഭാവങ്ങളും അതുപോലെ തന്നെ പരസ്പര കടമകൾ പാലിക്കലുമെല്ലാം നോക്കുമ്പോൾ, ഹലാല് ഹറാമുകളെ സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ എന്തോ പടച്ചവന് നിങ്ങൾ ഗുണം ചെയ്യുന്നു, ദീനിന് ഗുണം ചെയ്യുന്നു എന്ന ഒരു ചുവ അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിലാക്കണം, ഒന്നുമല്ല കേട്ടോ, നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയത് അല്ലാഹ്. ആ നന്മകൾക്ക് ഉയർന്ന പ്രതിഫലം തരുന്നവൻ അല്ലാഹ്.
വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. നിങ്ങളുടെ നമസ്കാരം ഒന്ന് കുലുക്കിയാൽ സ്വീകരിക്കാൻ ഒന്നും കാണുകയില്ല. എങ്കിലും അല്ലാഹു തആല ആ നമസ്കാരം സ്വീകരിച്ച് നിങ്ങളെ വാരിക്കോരി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പടച്ചവൻ നൽകിയ സഹായത്തിന് മുന്നിൽ നിങ്ങളുടെ 2.5% സക്കാത്തിന് എന്ത് വിലയാ ഉള്ളത്? പക്ഷെ അല്ലാഹു തആല സ്നേഹത്തോടെ സ്വീകരിച്ച് നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരടി, ഒരു ദാസൻ ദാനം കൊടുക്കുമ്പോൾ അത് സാധുവിന്റെ കയ്യിൽ വീഴുന്നതിന് മുമ്പായി പടച്ചവന്റെ കരങ്ങളിലാണ് അത് എത്തിച്ചേരുന്നത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അളീമാ. ഇലാഹി കൽപ്പനകളുടെ വിധിവിലക്കുകളുടെ 5ാമത്തെ വലിയ തത്വം നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സൃഷ്ടികളോടുള്ള കടമകൾ, കടപ്പാടുകൾ, ഇതിന്റെ എല്ലാം 5ാമത്തെ വലിയ തത്വം ഇത് തിരിച്ചാ പറയുന്നത്. വികാര ഇച്ഛകളെ പിൻപറ്റുന്നവർ നിങ്ങളെ സന്മാർഗത്തിൽ നിന്നും ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഇഹത്തിലും പരത്തിലും നാശത്തിലേക്ക് എടുത്ത് ചാടിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. മറുഭാഗത്ത് പടച്ചവൻ നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റി സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുലോകത്തും വിജയിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അളീമാ. ഒരു ഭാഗത്ത് നല്ലൊരു വൈദ്യൻ, അള്ളാഹു എല്ലാ വൈദ്യന്മാരെയും നന്നാക്കുമാറാകട്ടെ. മറുഭാഗത്തിൽ ഗജപോക്കിരി വൈദ്യൻ നിന്നുകൊണ്ട് ഉപദേശം നടത്തുന്നു. മക്കളെ, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പൊറോട്ട കഴിക്കരുത്. നിങ്ങൾ ആ ഉരുണ്ട കോഴി ചുമ്മാരെ നിന്നുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം പടച്ചവന്റെ അമൂല്യ അനുഗ്രഹമാണ്. മൈദ അധികമായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം, നന്നായിട്ട് ഓടണം, നന്നായിട്ട് ചാടണം, നന്നായി പഠിക്കണം, നല്ല ചെടിയായി വളരണം, ദുസ്വഭാവങ്ങൾ വർജിക്കണം, മോശമായ കൂട്ടുകെട്ട് വേണ്ട. മറുഭാഗത്ത് പോക്കിരി പറയുന്നു, അയാൾക്ക് വട്ടാണ്, കഴിവിന്റെ പരമാവധി പൊറോട്ട മാത്രമേ കഴിക്കാവൂ. ആ ഉരുണ്ട കോഴി എത്രമാത്രം ഉരുളുന്നു അതിനനുസരിച്ച് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു അല്പം പോലും ശരീരം അനക്കാൻ പാടില്ല. കഴിക്കണം, കിടക്കണം, കഴിക്കണം, കിടക്കണം, അങ്ങനെ തന്നെ കുഴിമടിയന്മാരായി കഴിയണം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. എൻജോയ് ലൈഫ്. ആഗ്രഹം പോലെ ജീവിക്കാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, എന്റെ നബിമാരെയും പൈശാചിക ശക്തികളെയും കുറഞ്ഞത് നിങ്ങൾ ഈ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിൻ. ഒരു ഭാഗത്ത് നിൽക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം മഹാന്മാരായ നബിമാർ, അവരുടെ പുറകിൽ സഹാബാക്കൾ, ഔലിയാക്കൾ, സത്യത്തിന്റെ പ്രബോധകന്മാർ നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നു, മാടി മാടി വിളിക്കുന്നു. ഹയ്യ അലസ് സ്വലാഹ്, നമസ്കാരത്തിന്റെ ഗുണമുണ്ടാക്കിയെടുക്കിൻ. ഹയ്യ അലൽ ഫലാഹ്, ഇരുലോക വിജയം കരസ്ഥമാക്കിൻ. മറുഭാഗത്ത് പൈശാചിക ശക്തികൾ പറയുന്നു, നമസ്കാരവും വേണ്ട, കുറെ രാത്രി കൊണ്ട് കിടന്നുറങ്ങിക്കൊള്ളിൻ, കഴിവിന്റെ പരമാവധി ദുർമാർഗത്തിലൂടെ കഴിയൻ. അള്ളാഹു പറയും, നിങ്ങൾ ആരെ സ്വീകരിക്കും? വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമാ. കാമവികാരങ്ങളെ പിൻപറ്റുന്നവർ, തോന്നിവാസത്തെ പിൻപറ്റുന്നവർ, വലത്തോട്ട് നടക്കാൻ തോന്നി വലത്തോട്ട് ഓടുകയാണ്, ഇടത്തോട്ട് നടക്കാൻ തോന്നി ഇടത്തോട്ട് ഓടുകയാണ്. ജീവിതമെന്നാൽ തോന്നിവാസം. അങ്ങനെ സ്വന്തം ആഗ്രഹങ്ങളെയും സ്വന്തം വിചാര വികാരങ്ങളെയും പൂജിക്കുന്നവർ, നിങ്ങളും അവരെ പോലെ വഴിതെറ്റണം, സന്മാർഗത്തിൽ നിന്ന് മാറണം.
നിങ്ങളും ഇരുലോകത്തും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മറുഭാഗത്ത് കാരുണ്യവാനായ അല്ലാഹ്, കാരുണ്യത്തിന്റെ ദൂതനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മഹാന്മാരായ നബിമാർ, സഹാബാക്കൾ, ഔലിയാക്കൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കണം, സന്മാർഗത്തിൽ സ്വച്ഛന്തമായി സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അടിമകളെ നിങ്ങളോട് കുറെ കാര്യങ്ങൾ കൽപ്പിക്കുകയും കുറെ കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നത്. അവസാനത്തെ വലിയ തത്വം എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളുന്നത് യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ പടയ്ക്കപ്പെട്ടിരിക്കുന്നത് ബലഹീനനായിട്ടാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. ചെറിയൊരു പ്രകൃതിക്ഷോഭം വന്നാൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് ശേഷിയില്ല. പ്രകൃതിയുടെ ഒരു താണ്ഡവം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് അതിന് നേരിടാൻ കഴിവില്ല. ഒരാനയ്ക്ക് വട്ടിളകി, അല്ലെങ്കിൽ ഭയങ്കരമായ മലവെള്ളപ്പാച്ചിൽ വന്നു, മനുഷ്യനാകെ അസ്വസ്ഥനാകുന്നു. മനുഷ്യൻ ബലഹീനനായിട്ടാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് ലഘുവായ കൽപ്പനകൾ നൽകാനാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലഘുവായ കൽപ്പന ആകാശഭൂമികൾക്കും മനുഷ്യേതര സൃഷ്ടികൾക്കും രാവും പകലും നിരന്തരമുള്ള ആരാധനകൾ. പക്ഷേ മനുഷ്യനോട് പറഞ്ഞു, ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ 2 മണിക്കൂർ നേരം നിങ്ങൾ നമസ്കരിക്കാൻ, ബാക്കി സമയങ്ങൾ പടച്ചവന്റെ കൽപ്പനയുടെ ഉള്ളിൽ നിങ്ങളുടെ ഇഷ്ടത്തിലായി കഴിയും. എന്തൊരു കരുണയാണ്! 12 മാസത്തിൽ 1 മാസം പകൽ നിങ്ങൾ എനിക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ, വികാരത്തെ നിയന്ത്രിക്കാൻ, ബാക്കി 11 മാസം നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ. 2 കാര്യങ്ങളുണ്ട്. 2.5% നിങ്ങൾ സക്കാത്ത് കൊടുക്കിൻ, ബാക്കി 39% നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിട്ട് കാണാൻ, അലങ്കാരങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ. അതുപോലെ വൈവാഹിക നിയമങ്ങൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, കുടുംബത്തോടുള്ള ബാധ്യതകൾ, ഹലാല് ഹറാമുകളിൽ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിഷയം ലഘൂകരിച്ചു തരാനാണ് നാം ആഗ്രഹിക്കുന്നത്, ബുദ്ധിമുട്ടിക്കാനല്ല. നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഇസ്ലാമിക ശരീഅത്തിന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് അക്മലാണ്, സർവസമ്പൂർണമാണ്. കൂടിക്കഴിഞ്ഞാൽ 5ാമത്തെ വിരല് പോലെ വികൃതമാകും. 2, അത് അഹ്സനാണ്, അതിസുന്ദരമാണ്. നമസ്കാരത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമല്ലാത്ത വല്ല കോലങ്ങളും കാണിച്ചു അത് വിരൂപമായി മാറും. 3, അസ്ഹലാണ്, അങ്ങേയറ്റം ലളിതമാണ്. ഇതിനേക്കാളും ലളിതമായൊരു സങ്കല്പം സാധിക്കുകയില്ല. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് നമസ്കരിക്കൻ. ഒളു ചെയ്യാൻ പറ്റുന്നില്ല, തയമ്മം ചെയ്തുകൊള്ളിൻ. നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ സാധിക്കുന്നില്ല, പകരം കൊടുക്കൻ. എല്ലാ കാര്യത്തിനും ലഘൂകരണം. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. പടച്ചവനെ, നീ അടിമകളായ ഞങ്ങളോട് ചെയ്തിരിക്കുന്ന ലഘൂകരണത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരണമേ അല്ലാഹ്. നമസ്കാരം മഹിതമായ ഉപഹാരമാണ്, സമ്പൂർണമായ ആരാധനയാണ്, ലളിതമായ ആരാധനയുമാണെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ബലഹീനനായിട്ടാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ മനുഷ്യനെ കയ്യിൽ പിടിച്ച് ഇഹത്തിന്റെയും പരത്തിന്റെയും വിജയത്തിന്റെ സോപാനത്തിലേക്ക് നയിക്കാൻ
കാരുണ്യവാനായ രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.